വിധി എഴുതി കഴിഞ്ഞു. മെയ് 4-ന് വോട്ടെണ്ണലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ. എന്നാൽ വോട്ടെണ്ണാൻ പോലും നിൽക്കാതെ കേരളത്തിന്റെ ജനമനസ്സുകളിൽ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ കൃത്യമായ തീരുമാനമായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. വോട്ടെടുപ്പ് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ VD സതീശൻ എന്ന ജനകീയ നേതാവിനെ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വിക്കിപീഡിയ വാഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഈ വാർത്ത ഇപ്പോൾ തരംഗമായിരിക്കുകയുമാണ്. 2026 മെയ് 4-ന് സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് വിക്കിപീഡിയ എഡിറ്റർമാർ രേഖപ്പെടുത്തിയത്. ഇതൊരു സാങ്കേതിക തിരുത്തലായി ചിലർ കാണുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സിലെ ആഗ്രഹമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം കണ്ട ഏറ്റവും കരുത്തനായ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. പിണറായി സർക്കാരിന്റെ അഴിമതികളെയും ജനദ്രോഹ നയങ്ങളെയും നിയമസഭയ്ക്കകത്തും പുറത്തും വിറപ്പിച്ച നേതാവ്. കേവലം ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല, വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഭരണകൂടത്തെ മുട്ടുകുത്തിച്ച സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നത് ഈ നാട് ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് വോട്ടെണ്ണൽ കഴിയും മുൻപേ വിക്കിപീഡിയയിൽ പോലും ഇത്തരം തിരുത്തലുകൾ ഉണ്ടാകുന്നത്. ഇത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല, മാറ്റം ആഗ്രഹിക്കുന്ന ഓരോ മലയാളികൾക്കും വലിയ ആവേശമാണ് നൽകുന്നത്. ഈ വിജയ പ്രതീക്ഷ കേവലം ആവേശമല്ല, മറിച്ച് വ്യക്തമായ കണക്കുകളുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് സതീശൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കണ്ടതുകൊണ്ടാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF കാഴ്ചവെച്ച സമാനതകളില്ലാത്ത മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നതിൽ സംശയമില്ല. 1991-ലും 2001-ലും UDFന് വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്നത്തേക്കാൾ ഊർജ്ജസ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇത്തവണ നടന്നത് എന്നത് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ കൊണ്ടുവന്ന സംഘടനാപരമായ മാറ്റങ്ങൾ കോൺഗ്രസിനും UDFനും പുതിയ ജീവൻ നൽകി. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഏത് കേഡർ പാർട്ടിയെയും തോൽപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. 2005-ന് ശേഷം മുന്നണിയിൽ നിന്ന് അകന്നുപോയ പല വിഭാഗങ്ങളെയും തിരികെ കൊണ്ടുവരാൻ സതീശന്റെ നേതൃത്വത്തിന് സാധിച്ചു. പിണങ്ങിപ്പോയവരെയും മാറി നിന്നവരെയും ഒരേ ചടങ്ങിൽ കോർത്തിണക്കി ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് അദ്ദേഹം നടത്തിയത്. നിശബ്ദമായ ഈ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പോളിംഗ് ശതമാനത്തിലും ജനങ്ങളുടെ പ്രതികരണങ്ങളിലും കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന വിക്കിപീഡിയയിലെ തിരുത്തൽ പിണറായി ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒന്നായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് തന്നെ. അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കിയ ഒരു സർക്കാരിനെ പുറത്താക്കി നീതിയും വികസനവും നടപ്പിലാക്കുന്ന ഒരു പുതിയ UDF സർക്കാരിനായി കേരളം തയ്യാറെടുത്തു കഴിഞ്ഞു. എല്ലാ പ്രവചനങ്ങളും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണെന്ന് സതീശൻ ആവർത്തിച്ചു പറയുമ്പോൾ അത് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു വാഗ്ദാനം കൂടിയാണ്. മെയ് 19-ന് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ വിക്കിപീഡിയയിലെ ആ തിരുത്തൽ ഔദ്യോഗികമായി തന്നെ മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും.